നമസ്കാരം. ഞാൻ ദേവിക രവീന്ദ്രൻ. ശ്രീനാരായണ ട്രെയിനിങ് കോളേജ് നെടുങ്കണ്ടയിലെ 2ാം വർഷ മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിനിയാണ്. 8ാം ക്ലാസ്സിലെ 5ാം അധ്യായമായ പണവിനിമയം എന്ന പാഠഭാഗത്തിലെ ആദ്യ ഭാഗമായ പലിശയ്ക്കും പലിശ എന്ന ഭാഗമാണ് ഞാൻ ഇന്ന് കഥാപ്രസംഗ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മാന്യ സദസ്സിന് വന്ദനം. നമ്മുടെ കഥ നടക്കുന്നത് തിരുനെല്ലി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. പാടങ്ങളും കുളങ്ങളും ചെറുതോടുകളും കുന്നുകളുമൊക്കെയുള്ള ആ മനോഹര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന 2 ഉറ്റ സുഹൃത്തുക്കളാണ് പാച്ചുവും അപ്പുവും. പാച്ചുവും അപ്പുവും ചങ്ങാതിമാരാ, അവരൊരു നാട്ടിലെ കളി കൂട്ടുകാരാ. ഒരു പള്ളിക്കൂടത്തിൽ പഠിച്ചു വളർന്നു, തൊടിയിലും പറമ്പിലും ഓടിക്കളിച്ചു. അങ്ങനെ പാച്ചുവും അപ്പുവും ആ മനോഹര ഗ്രാമത്തിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. കാലങ്ങൾ കടന്നുപോയി. പഠിക്കാൻ മിടുക്കരായിരുന്ന അവർ ഉപരിപഠനത്തിനായി വ്യത്യസ്ത നഗരങ്ങളിലേക്ക് ചേക്കേറി. നഗരത്തിൻ്റെ പരിഷ്കാരങ്ങൾക്കും രീതികൾക്കുമനുസരിച്ച് ഒത്തുപോകാൻ അവർക്ക് സാധിച്ചില്ല. തങ്ങളുടെ സുന്ദര ഗ്രാമത്തിൻ്റെ ഓർമ്മകളുമായി തികച്ചും സങ്കടത്തോടെ ഇരുവരും തങ്ങളുടെ പഠനം തുടർന്നു. തിരുനെല്ലിയും തൻ്റെ ഉറ്റ സുഹൃത്തും, നാട്ടാരും വീട്ടാരും കൂടെയില്ല. നഗരത്തിനെട്ടോട്ടം കാണുമ്പോഴെല്ലാം നഷ്ടബോധത്തിൻ്റെ വിങ്ങലാണ്. അങ്ങനെ കാലങ്ങൾക്കു ശേഷം ഉപരിപഠനം പൂർത്തിയാക്കിയ അവർ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് തന്നെ തിരികെ പോകാനും അവിടെ തന്നെ ഒരു ഉപജീവന മാർഗം കണ്ടെത്താനും തീരുമാനിച്ചു. ഇരുവരും തങ്ങളുടെ ഭൂമിയിൽ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. പൊന്നു വിളയുന്ന മണ്ണിലാണേ വിത്തു വിതച്ചവർ സ്വർഗം തീർത്തു. ഒരു മനമോടവർ പണിയെടുത്ത വിളവോ ബഹുക്ഷേമം തന്നെ ലഭിച്ചു. അങ്ങനെ കുറച്ചു നാളത്തെ കഷ്ടപ്പാടിൽ നല്ല വിളവ് ലഭിക്കുകയും നല്ലൊരു സമ്പാദ്യം കൈവരിക്കാനും അവർക്ക് സാധിച്ചു. രണ്ടുപേരും കിട്ടിയ ലാഭം 2ആയി ഭാഗിച്ചെടുത്തു. ഇരുവർക്കും 1,00,000 രൂപ വീതം ലഭിച്ചു. അവർ ആ തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. രണ്ടുപേരും 2 ബാങ്കുകളിലായാണ് നിക്ഷേപിച്ചത്. 10% പലിശയാണ് ഇരു ബാങ്കുകളിലും ഉണ്ടായിരുന്നത്. 2 വർഷത്തിനു ശേഷം ഇരുവരും തങ്ങളുടെ സമ്പാദ്യം തിരിച്ചെടുത്തു. രണ്ടുപേരും ഞെട്ടി. ഇരുവർക്കും നിക്ഷേപ തുകകളോ 1-2 വർഷക്കാലം കാത്തിരുന്നു. പലിശയോ 10% തന്നെ. എന്നിട്ട് മറിമായമെങ്ങനെ സാധ്യം? പാച്ചുവിന് 1,20,000 രൂപയും അപ്പുവിന് 1,21,000 രൂപയുമായതെങ്ങനെയെന്നറിയാൻ അവർ പാച്ചു നിക്ഷേപിച്ച ബാങ്കിലേക്ക് പോയി അന്വേഷിച്ചു. അപ്പോഴാണ് പാച്ചുവിന് തിരികെ ലഭിച്ച തുക കുറഞ്ഞു പോയതിൻ്റെ കാരണം തിരിച്ചറിയുന്നത്. ആ ബാങ്കിൽ സാധാരണ പലിശയും അപ്പു നിക്ഷേപിച്ച എന്തായി കൂട്ടുപലിശയുമായിരുന്നു. 1 വർഷത്തെ പലിശയത് മുതലിൻ്റെ കൂടെ കൂട്ടുകയാ. അതിനാൽ മുതലിൻ്റെ മൂല്യം തന്നെ 2ആം വർഷം കൂടുകയാണ്. ആദ്യ പലിശയ്ക്കു കൂടി ലഭിക്കും 2ആം വർഷത്തെ പലിശതൻ തുക. ആദ്യ പലിശയ്ക്കു കൂടി ലഭിക്കും 2ആം വർഷത്തെ പലിശതൻ തുക. അതായത് ആദ്യ വർഷത്തെ മുതലിന് ലഭിച്ച പലിശ അടുത്ത വർഷത്തെ മുതലിൻ്റെ കൂടെ കൂട്ടുന്നു. അപ്പോൾ 2ആം വർഷത്തെ പലിശ എന്നാൽ ഈ കൂട്ടിയ തുകയുടെ പലിശയായിരിക്കും. അതുകൊണ്ട് തന്നെ 2 വർഷത്തിൻ്റെ അവസാനം ലഭിക്കുന്ന തുക സാധാരണ പലിശ നിരക്കുള്ള ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ഇതെല്ലാം കേട്ടുനിന്ന പാച്ചുവിന് കാര്യമായി ഒന്നും മനസ്സിലായില്ല. കണക്കിൽ കണക്കായ പാച്ചുവിനാണെങ്കിൽ
കാര്യം ഗ്രഹിച്ചതില്ല. ഗണിത വിദ്വാനായ അപ്പുവാണെങ്കിലോ സംശയം പരിഹരിച്ചു. നമുക്കറിയാം, പലിശ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? അതെ, I=PNR/100. ഇതിലെ P എന്നാൽ പ്രിൻസിപ്പൽ എമൗണ്ട് അഥവാ നിക്ഷേപത്തുക. N എന്നാലോ എത്ര വർഷത്തേക്കാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് എന്നത്. R ആണെങ്കിലോ പലിശ നിരക്ക് അഥവാ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പുവും പാച്ചുവും നിക്ഷേപിച്ച തുക 1,00,000 ഒരു വർഷമാകുമ്പോൾ പലിശ 10,000 ലഭിക്കുന്നു. ഒരു വർഷത്തെ ഈ പലിശ അടുത്ത വർഷത്തെ നിക്ഷേപത്തുകയായ 1,00,000 കൂടെ കൂട്ടുന്നു. തുടർന്ന് നിക്ഷേപത്തുക 1,10,000 മാറുന്നു. സ്വാഭാവികമായും രണ്ടാം വർഷത്തെ പലിശ കണ്ടെത്തുമ്പോൾ പലിശ 11,000 വർദ്ധിക്കുന്നു. തുടർന്ന് ആകെ തുക ലഭിക്കുമ്പോൾ 1,21,000 മാറുന്നു. അതിനാലാണ് പാച്ചുവിന് 1,20,000 അപ്പുവിന് 1,21,000 ലഭിച്ചത്. അങ്ങനെ അപ്പുവിൻ്റെ വിശദീകരണത്തിലൂടെ പാച്ചുവിന് ലഭിച്ച തുക എന്തുകൊണ്ട് കുറഞ്ഞു എന്നത് പാച്ചുവിന് വ്യക്തമായി മനസ്സിലായി. പലിശയ്ക്കും പലിശ എന്ന കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശ എന്ന ആശയം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.